നാഗാർജുന ബന്ധുക്കളുടെ ഏരിയ ഒരു വാട്ടറിൻ്റെ സ്കേഴ്സിറ്റി ഉള്ള ഏരിയ ഇത് ഞാൻ വരുമ്പോൾ ഇതിനകത്തൊരു ശ്രദ്ധ വന്ന് കുന്നിൻ്റെ താഴ്വാരത്തെ ഒരു ഭാഗത്ത് നമുക്ക് ജലമുള്ള ഏരിയ അവിടെ കിണറുകളുണ്ട് കുളമുണ്ട് പിന്നെ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ കുളം അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അപ്പോൾ അതുപോലെ ഈ സ്ഥാപനത്തിലേക്ക് ഗാർമെൻസ് ആയിട്ട് വന്ന് കിണറുണ്ട്. പക്ഷേ വേനൽക്കാലാകുമ്പോൾ ശരിക്കും പറ്റും, വേനലാകുന്നതിന് മുമ്പേ തന്നെ പറ്റും. അതിൻ്റെ പ്രോബ്ലം അപ്പോൾ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന ഞാൻ വാട്ടർ ഹാർവസ്റ്റിംഗ് എനിക്ക് ഇൻട്രസ്റ്റ് കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ എന്നെ ഒരു കാര്യത്തിൽ സഹായിച്ചുകൊണ്ട് തോമസ് സെൻ്റർ എന്ന് പറയുന്നത് ഈ അപ്പം അത് ഇതിൻ്റെ ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഈ ഭൂമി കിടക്കുന്നത് വെള്ളം ഒഴുകി പോകാം, ഒരു തുള്ളി വെള്ളം ഒഴുകി പോകാനുള്ളതാണ്. അപ്പോൾ ഞാൻ നമുക്ക് ജോലിക്കാരെ കൊണ്ടുവന്ന് മാനുവലിലാണ് പക്ഷേ JCB അല്ലാതെ ആൾക്കാരെ കൊണ്ട് വച്ച് ഈ തിരിച്ചാക്കി ഇതിൽ വെള്ളം മഴവെള്ളം വന്നാൽ ഈ ഭൂമിയിലെ വെള്ളം താഴെ ഒഴുകി പോകാൻ കഴിവതിലൂടെ ഇൻഫിൽട്രേറ്റ് ചെയ്ത ഭൂമിയിലേക്ക് താഴ്ന്ന് പോകാൻ നോക്കിയപ്പോൾ ഈ ഇവിടുത്തെ ഭൂമി ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഒന്ന് ഈ ചരലും മണ്ണൊക്കെ ഉണ്ട്, രണ്ട് പാറമണ്ടി, വലിയ പാറമണ്ടിക്കുള്ള മണലിൻ്റെ ആണ് ഉറപ്പാണ് ലാൻഡ് സ്ലൈഡ്. അപ്പം അങ്ങനെ ഇതിനെ സാധ്യത. അപ്പം അത് നമുക്ക് വെള്ളം ഭൂമിയിൽ നിർത്തി വെള്ളത്തെ ഹാർവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള മൺ ആണ് ഈ പ്രദേശത്ത് നിന്ന് അങ്കുളൂരിക്ക് വന്നിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്ന പ്രശ്നമാണ്. അങ്ങനെ ഈ എൻ്റെ ഈ 3 ഏക്കർ സ്ഥലം അപ്പോൾ തന്നെ താഴെയുള്ള കിണറുകളിലൊക്കെ വെള്ളം ആവശ്യമായി. പിന്നെ മറ്റൊന്ന് ഞാൻ വിസ്മയോട് ആവശ്യപ്പെട്ടത് ഈ നമ്മുടെ ഗിരിദീപം ഓഡിറ്റോറിയം പണി വന്നിരിക്കുക അതിന് മുമ്പുള്ള വെള്ളം ഈ നഗറിലൊരു പ്രശ്നം ഉണ്ടായിരുന്നതാണ്. അതായത് നഗറിൻ്റെ പണി വന്നിരിക്കും ഇങ്ങോട്ട് പരാതി വരും, മുകളിലത്തെ വെള്ളമെല്ലാം കൂടെ അവിടെ അതിനിടയ്ക്കുള്ളൊരു ചാനൽ, ആ ചാനലിലേക്കൂടെ പോയി ഒഴുകി അത് റോഡ് സൈഡിലേക്ക് അങ്ങോട്ടാണ് മെയിൻ റോഡ് ഭാഗത്തേക്ക്. അപ്പം അത് നേരെ വന്ന് വീടിന് വലിയ മഴ പെയ്യുമ്പം താഴെയുള്ള വീടുകളുടെ മുറ്റത്തൂടെ ഓവർഫ്ലോ ചെയ്ത് പോകും. ആ ചെറിയ ചാലിൽ കൂടെ പോകുക. അപ്പോൾ അവിടുത്തെ വെള്ളം പോയി അങ്ങോട്ടാണ് അത് ഒഴുകി പോവുക. അത് പോയി അത് തോട്ടിനകത്ത് പോയി അത് വീട്ടിനകത്തടിച്ച് കയറി അതെന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഈ വേസ്റ്റ് ഒഴുകി ചെഞ്ചേരിയുടെ അങ്ങേ സൈഡ്, അതായത് ഐശ്വര്യമായ പ്രവേശനമായിരുന്നു ആ ഭാഗത്തുള്ള കുഴി അവിടെ ഞാൻ നോക്കിയപ്പം അങ്ങോട്ടുള്ള വഴി പോകുന്നതല്ലാതെ ഭൂമിയിൽ താഴ്ന്നില്ല. അതിനെ എങ്ങനെ തിരിച്ചാക്കാം? അപ്പം ഇപ്പോൾ മാറിയവന് വിദ്യാനഗറിലെ തന്നെ മുകളിൽ പെയ്യുന്ന വെള്ളം മുഴുവനും ഒഴുകി നമ്മുടെ ഈ ഹോസ്റ്റലിലേക്ക് ബാക്ക് സൈഡിലേക്കുള്ള താഴ്വാരത്തിൽ. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ അത് നേരെ കണക്കി എടുത്തില്ല, ആ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം മണ്ണടി കൂടെ വന്ന് ശുദ്ധജലമായിട്ട് നമ്മുടെ ഹോസ്റ്റലിൻ്റെയും എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും ഈ ദൈവത്തിൻ്റെ ഇവിടുത്തെ എല്ലാ കിണറുകളും ഇപ്പം റിച്ചായി. ഇപ്പം ഇപ്പോൾ പൊതുവെ ഇപ്പോൾ 3-4 വർഷമായിട്ട് വലിയ പ്രശ്നം തോന്നുന്നില്ല. അല്ല, ഞാൻ ഇവിടെ വരുന്ന സമയത്ത്, അതായത് 2008-2009 വെള്ളം പുറത്തുനിന്ന് വാങ്ങിച്ച സമയത്ത് വേനൽക്കാലമാണ്. എനിക്ക് പിന്നെ കോളേജ് അടച്ച് കഴിയുമ്പോൾ കോളേജ് ഹോസ്റ്റലിൻ്റെ പമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കണക്ഷൻ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് വെള്ളം അടിച്ച സമയത്ത്, കാരണം അവിടെ ഹോസ്റ്റൽ അടച്ച് കഴിയുമ്പോൾ ആ കൂടെ ഉള്ളത് സെൻറ്റ് തോമസ് ഹോസ്റ്റലിൻ്റെ ആ കുളത്തിനകത്ത് മാത്രം വെള്ളം വരും, വേറെ എന്നും വെള്ളമില്ലാത്ത അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ അത്രയും പ്രശ്നമാണ്. അതെല്ലാ വർഷവും ഒരു ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നു, എന്നാലും നിറച്ചും വെള്ളം അടുത്ത് വരുന്നു. അപ്പോൾ അത് വാട്ടർ ഹാർവെസ്റ്റ് നമ്മുടെ ഒന്നിൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അത് തിരുമേനി അതനുസരിച്ചാണ് പിന്നീട് അവർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ പലരും അത് ശ്രദ്ധിച്ചിട്ടില്ലാത്തതാണ് ഈ ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അഭിപ്രായം അതനുസരിച്ച് തന്നെ അവിടെ ചെയ്യിച്ചു. നിങ്ങൾ അവിടെ പറയാം, അവിടെ വലിയ അടിക്കുളവിൻ്റെ കലാകാരൻ ആ വലിയ മുഴുവൻ വന്ന് അതേ കൂടെ ഒഴുകി അതിൻ്റെ അടിയിൽ കൂടെ ഒഴുകി അപ്പാമ്പിലേക്ക് അത് ആയിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ വലിയ അവിടെ വലുതായിട്ടില്ല, എന്നാലും കുറേ കാരണം കുറേ ഓടിപ്പോയി. ഇവിടെ ഞാൻ ഈ പാമ്പിൽ വിടുന്ന ഇതിലൂടെ ഉള്ളപ്പോഴും ഓർഫ്ലൈൻ കളിക്കും നിന്നറിഞ്ഞു അതുകൊണ്ട് തന്നെ
ആക്കി. അതുകൊണ്ട് ചുറ്റുവട്ടത്തിലുള്ള കിണറുകളെല്ലാം ഒരു വെച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം വലിയ പ്രശ്നം വെള്ളത്തിന് ഈ നഗരം ഇതിൻ്റെ ജപ്പാനുകൾ പദ്ധതിയായിട്ട് വന്നു. അത് അതുകൊണ്ട് ശരിക്കും അത്യാവശ്യമായിട്ട് അല്ലാതെ കിണറുകൾ